10 ദിവസത്തെ അനിശ്ചിതാവസ്ഥ, പിന്നെ മുഖ്യമന്ത്രി ആരെന്ന് പ്രഖ്യാപനം. അങ്ങനെ ഒരു 24 മണിക്കൂർ കൊണ്ട് എന്തൊക്കെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത്? പരസ്പരം പോരടിച്ചു നിന്ന ആ മൂവർ സംഘം, അതിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി, നിയുക്ത മുഖ്യമന്ത്രിയായി എന്നറിയുമ്പോൾ പിണങ്ങി സ്വന്തം മണ്ഡലത്തിലേക്കും അവിടെ നിന്നും ഗുരുവായൂരപ്പനെയും കാണാൻ പോകുന്ന രമേശ് ചെന്നിത്തല. ഗുരുവായൂർ മണ്ഡലത്തിൽ ചെന്നിട്ട് ചെന്നിത്തല ആരെയൊക്കെയാണ് സന്ദർശിച്ചതെന്ന് പിന്നീട് അറിയാം. ആദ്യം മുഖ്യമന്ത്രി സ്ഥലത്തു നിന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതനുസരിച്ച് മാറി നിന്ന കെ സി വേണുഗോപാൽ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്തേക്ക് എത്തിയില്ല. പക്ഷേ അപകടം മണത്തു. കാരണം 47 MLAമാരുടെ പിന്തുണ തനിക്കുണ്ടെന്ന് വീണ്ടും ആരോ കെ സി വേണുഗോപാലിനെ ഓർമ്മിപ്പിച്ചു. അങ്ങനെയെങ്കിൽ 5 MLAമാർക്ക് ഒരു മന്ത്രിയെങ്കിൽ തനിക്ക് വേണ്ട 8 പേർ. അങ്ങനെ കെ സിയും തിരുവനന്തപുരത്തേക്ക് വിമാനം കയറി ഇവിടെ എത്തി. അപ്പോഴാണ് നമ്മൾ കാണുന്നത്, ഇതാ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയെ വന്ന് കണ്ട് ചർച്ച നടത്തിയിരിക്കുന്നു. ആദ്യം വി ഡി സതീശൻ കണ്ടത് എ കെ ആൻ്റണിയാണ്. ഇതേ കിങ് മേക്കറായ എ കെ ആൻ്റണിയാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയേ പറ്റൂ എന്ന് അവസാന വാക്കായി സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടത്. ആ തീരുമാനം തന്നെ നടക്കുകയും ചെയ്തു. അങ്ങനെ കേരളത്തിൽ 3 തവണ മുഖ്യമന്ത്രിയായി എ കെ ആൻ്റണി 4ാമത്തെ ഒരു മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവിൽ നിന്നും മുഖ്യമന്ത്രിയിലേക്കുള്ള വി ഡി സതീശൻ്റെ മാറ്റത്തെ അതിന് ഓക്കെ കൊടുത്തിരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഏറ്റവും ഒടുവിൽ അടൂർ പ്രകാശിനെയും വി എം സുധീരനെയും ഒക്കെ കണ്ട നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ നേരെ കെ സി വേണുഗോപാലിനെയും കണ്ടു. കാരണം മഞ്ഞുരുക്കണമല്ലോ. ഇതിനു മുമ്പാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ, പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട പിണറായി വിജയനെ വി ഡി സതീശൻ വഴുതയ്ക്കാട്ടെ വാടക വീട്ടിൽ ചെന്ന് കണ്ടത്. ഏറ്റവും പ്രസരിപ്പുള്ള ഒരു കൂടിക്കാഴ്ച എന്നാണ് വി ഡി സതീശൻ അതിനെ വിശേഷിപ്പിച്ചത്. നറുപുഞ്ചിരിയോടെയാണ് തൻ്റെ മുൻ ശരീരഭാഷയൊക്കെ മാറ്റിവെച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന വി ഡി സതീശനെ തൻ്റെ വാടക വീട്ടിൽ നിന്നും യാത്ര അയച്ചതും. പരിപൂർണ സാധനം താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പിന്നീട് പ്രതികരിക്കുന്നു. പിണറായി വിജയൻ്റെ എല്ലാ സഹായങ്ങളും തനിക്കുണ്ടാകുമെന്ന് വി ഡി സതീശൻ പറയാതെ പറയുന്നുണ്ട്. എന്തായിരുന്നു പിണറായി വിജയൻ? ഊഷ്മളതയില്ലാത്തൊരു മുഖ്യമന്ത്രി എന്നായിരുന്നു കഴിഞ്ഞ 10 കൊല്ലം അറിയപ്പെട്ടത്. ഉദ്യോഗസ്ഥർക്ക് ഭയം, നേതാക്കൾക്ക് ഭയം, പാർട്ടിക്ക് ഭയം, മൈക്ക് ഓപ്പറേറ്റർക്ക് പോലും ഭയം. പക്ഷേ ഇതാ പ്രതിപക്ഷ നേതാവായി വാടക വീട്ടിലേക്ക് മാറിയപ്പോൾ വി ഡി സതീശൻ ചെന്ന് കണ്ടപ്പോൾ ആ ഭയമെല്ലാം പിണറായി വിജയൻ മാറിയോ? അതാണ് കേരളത്തിൻ്റെ സംശയം. വളരെ സൗഹാർദ്ദപരമായാണ് പിണറായി വിജയൻ വി ഡി സതീശനെ സ്വീകരിച്ചതും ചർച്ച നടത്തിയതും. അങ്ങനെ 10 വർഷത്തെ പിരിമുറുക്കത്തിൽ നിന്നും കേരളത്തിന് പുതിയൊരു ജനകീയനായ ലളിതവൽക്കരിക്കപ്പെട്ട മുഖ്യമന്ത്രി കിട്ടിയിരിക്കുന്നു എന്നിപ്പോൾ സോഷ്യൽ മീഡിയ നിരത്തി എഴുതുന്നുണ്ട്. എന്തൊക്കെ നെഗറ്റീവുകൾ! പ്രിയപ്പെട്ടവരെ കണ്ടാൽ കെട്ടിപ്പിടിക്കുന്ന, വിശേഷങ്ങൾ ചോദിച്ചറിയാൻ പിശുക്ക് കാട്ടാത്ത, ഉദ്യോഗസ്ഥർക്ക് അനാവശ്യ ടെൻഷൻ നൽകാത്ത, അതിന് കണ്ടറിയാം, എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഏകദേശ ധാരണയുള്ള, നിരവധി ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിച്ച് ശീലമുള്ള, ഏത് ജനറേഷനും ഇടപെടാൻ കഴിയുന്ന, അനാവശ്യ കണക്കുകളാലും വിവരങ്ങളാലും ഉദ്യോഗസ്ഥർക്ക് കബളിക്കപ്പെടാൻ കഴിയാത്ത അതേ വി ഡി സതീശൻ. അങ്ങനെ വി ഡി സതീശൻ അധികാരത്തിലേക്ക് വരുമ്പോൾ കൃത്യമായ ചില മാറ്റങ്ങൾ ഒരു ദിവസം കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് കേരള പൊളിറ്റിക്സിൽ സെക്രട്ടേറിയറ്റിലൊക്കെ കാണാൻ കഴിയുന്നുണ്ടെന്നാണ് ഓൺലൈൻ മീഡിയകളുടെ നെഗറ്റീവ്. എന്താകും? എൻ്റെ ലീഡറാണ്, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ അദ്ദേഹം, അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നും എൻ്റെ ഗുരുതുല്യനായിരിക്കുമെന്നാണ് രമേശ് ചെന്നിത്തല മുഖത്ത് നോക്കി വി ഡി സതീശൻ പറഞ്ഞതത്രേ. മാധ്യമങ്ങൾ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ചെന്നിത്തലയുടെ പിണക്കമെന്ന നെഗറ്റീവ് മാറ്റിയെടുത്ത വി ഡി സതീശൻ കെ സി വേണുഗോപാലിനെ വീണ്ടും അനുനയിപ്പിച്ച് ആ ദേഷ്യമൊക്കെ മഞ്ഞുകട്ട പോലെ അലിയിപ്പിച്ച വി ഡി സതീശൻ അങ്ങനെ ഒരുപാട് നെഗറ്റീവുകൾ ഇപ്പോൾ PR ഏജൻസികളടക്കം ഇറക്കുന്നുണ്ട്, ഓൺലൈൻ മീഡിയ അടക്കം ഇറക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടാണ് കഥയുടെ ട്വിസ്റ്റ്. തിങ്കളാഴ്ച വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യും. ലീഗിൻ്റെ 4 എന്നുള്ളത് ലീഗിൻ്റെ അവകാശവാദമാണ്. 4 ലീഗ് മന്ത്രിമാരടക്കം ഘടകകക്ഷി മന്ത്രിമാരുമൊക്കെ എല്ലാവരും നിരന്നു നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന 1 ലക്ഷം പേർ പങ്കെടുക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അത്രേ. അങ്ങനെയെങ്കിൽ അത് കഴിയുമ്പോഴുള്ള ഭരണം മന്ത്രിമാരെയും വ്യക്തമായി
ഉടൻ തന്നെ പ്രഖ്യാപിക്കും. മുൻ UDF സർക്കാരിൻ്റേതുപോലെ ഗ്രൂപ്പ് തിരിഞ്ഞ തർക്കങ്ങളുണ്ടാകുമോ? മന്ത്രിസഭാ യോഗങ്ങളിൽ വി.ഡി. സതീശൻ്റെ അപ്രമാദിത്വം ഏതുവരെ പോകും? മറ്റൊരു പിണറായി വിജയൻ ആകേണ്ടി വരുമോ വി.ഡി. സതീശന്? അത് കേരളം കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഇപ്പോൾ തന്നെ വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്നത് നിയുക്ത മുഖ്യമന്ത്രി നിലയിലോ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ ശേഷമോ തനിക്ക് ഇത്തരമൊരു വാഹന വ്യൂഹത്തിൻ്റെ ആവശ്യമേ ഇല്ല എന്നാണ്. 7ഓളം വാഹനങ്ങളാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ അകമ്പടി സേവിച്ചിരുന്നത്. തനിക്ക് ആ വാഹന വ്യൂഹം വേണ്ട, കറുത്ത കാർ വേണ്ട, പുതിയ കാർ വേണ്ട, തനിക്ക് വേണ്ടത് ഒരു പൈലറ്റ് മാത്രം. അപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അതുപോലെ എസ്കോട്ടും വേണം. എങ്കിൽ പിന്നെ ഇരിക്കട്ടെ ഒരു പൈലറ്റും ഒരു എസ്കോട്ടും. അങ്ങനെ തികഞ്ഞ ലാളിത്യത്തോടെ നിരത്തിലേക്ക് ഇറങ്ങുന്ന വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി. പൂച്ചപ്പെറ്റി കിടക്കുന്ന ഖജനാവെന്ന് ഇതേ വി.ഡി. സതീശൻ തന്നെയാണ് മുമ്പൊരിക്കൽ കേരളത്തിൻ്റെ ഖജനാവിനെ ട്രഷറിയെ വിശേഷിപ്പിച്ചത്. അതേ ട്രഷറിയുടെ താക്കോൽ തുറക്കാൻ സെക്രട്ടറിയേറ്റിനുള്ളിൽ കയറുന്ന കർക്കശക്കാരനായ വി.ഡി. സതീശൻ. ഇതിലേത് റോളാകും വി.ഡി. സതീശന് ചേരുക? അതോ കോൺഗ്രസ്സുകാർക്കിടയിൽ UDF-നിടയിൽ ഗ്രൂപ്പ് സമവാക്യമൊന്നുമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണാൻ, എല്ലാവരെയും ഒരുപോലെ കെട്ടിപ്പിടിക്കാൻ, എല്ലാവരുടെയും വിഷമങ്ങൾ തീർക്കാൻ, എല്ലാവരുടെയും സങ്കടങ്ങൾ കേൾക്കാൻ തയ്യാറാകുമോ വി.ഡി. സതീശൻ? മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയോളം വരുമോ സതീശൻ? അതാണ് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്ന ആ ചോദ്യം. അതിനുള്ള ഉത്തരം വി.ഡി. സതീശൻ തന്നെ നൽകേണ്ടി വരും. പക്ഷേ ജനം പറയുന്നത്, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്, കോൺഗ്രസ്സുകാർ അടക്കം പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദ ഫലമായിട്ടാണ് വി.ഡി. സതീശൻ അവസാനം മുഖ്യമന്ത്രിയായതെന്നാണ്. അപ്പോൾ ഹൈക്കമാൻഡ് മുന്നിൽ ചെന്ന ആ ഒരു തത്വം എന്താണ്? വി.ഡി. സതീശൻ ജനസമ്മതനായ നേതാവാണ്. അതുകൊണ്ട് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട ടീം UDF-നെ വിജയത്തിലേക്ക് നയിച്ച വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണമെന്നാണ് A.K. ആന്റണി ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടത്. അപ്പോൾ മുസ്ലിം ലീഗിനുണ്ട് തങ്ങളുടെ ക്രെഡിറ്റിലല്ലാതെ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശനോട് എങ്ങനെ പെരുമാറണമെന്ന് ഇപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സുപ്രധാനമായ തസ്തികകളെല്ലാം, പദവികളെല്ലാം, മന്ത്രിപദവികളെല്ലാം ലീഗിനുണ്ടാകും. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരികയാണെങ്കിൽ ചോദിക്കുന്നത് ആഭ്യന്തരം. അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തലയും പ്രബലനായൊരു ഘടകകക്ഷി നേതാവിനെ പോലെ തന്നെ കോൺഗ്രസിൻ്റെ ഈ സർക്കാരിൽ, UDF സർക്കാരിൽ രമേശ് ചെന്നിത്തലയും പ്രവർത്തിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ വരുമ്പോൾ വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് നേടേണ്ടി വരുന്നത് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നുള്ള കടുത്ത നിലപാടുകൾ, എതിർപ്പുകൾ, വിയോജിപ്പുകൾ. അതിൽ ഇവരെയൊക്കെ എത്ര കണ്ട് ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുമെന്നത് അത് വി.ഡി. സതീശൻ്റെ കഴിവാണ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പല വമ്പന്മാരെയും അടിച്ചൊതുക്കി പിണറായി ധാർഷ്ട്യക്കാരനെന്ന് കേരളം വിധി എഴുതിയ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കിപ്പോലും മറുപടി പറയാൻ ചങ്കൂറ്റം കാട്ടിയ വി.ഡി. സതീശൻ, അതേ വി.ഡി. സതീശന് തൻ്റെ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ മുട്ടിടിക്കുമോ എന്നാണ് അറിയേണ്ടത്. അതോ പിണറായി വിജയനെ പോലെ ഘടകകക്ഷി നേതാക്കളെയും കോൺഗ്രസ് മന്ത്രിമാരെയും ഗ്രൂപ്പ് നേതാക്കളെയും ഒക്കെ അടിച്ചൊതുക്കി മൂലക്കിരുത്തുന്ന അതേ സമീപനമാകുമോ വി.ഡി. സതീശൻ കൈക്കൊള്ളുക? കാരണം അത് വി.ഡി. സതീശൻ്റെ പുതിയൊരു മുഖമായിരിക്കും. കാരണം ആ മുഖം, ജനകീയനായ വി.ഡി. സതീശൻ്റെ ആ മുഖം ഇതുവരെ കേരളം കണ്ടിട്ടില്ല. അത്ര കർക്കശക്കാരനായ മുഖ്യമന്ത്രി ഇനി ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഇനി കേരളത്തിൽ ഉണ്ടാകുമോ എന്നിനി കാത്തിരിക്കണം നമ്മൾ. പക്ഷേ ഒന്നുറപ്പാണ്, സക്രിയമായ ക്രിയാത്മകമായ പ്രതിപക്ഷമെന്നും കേരളത്തിൽ BJP തന്നെയാകും. 3 MLA-മാർ അവർ നിയമസഭയ്ക്കുള്ളിലും പുറത്തുമെടുക്കുന്ന നിലപാടുകൾക്കനുസരിച്ചാകും കേരളത്തിൻ്റെ പ്രതിപക്ഷം മുന്നോട്ട് പോകുക എന്നത് വളരെ വ്യക്തമാണ്. ഉണ്ടാകാം 25 MLA-മാർ CPM-ന്, ആകെ മൊത്തം ടോട്ടൽ 35 പേർ. പക്ഷേ BJP എന്ന പ്രതിപക്ഷത്തിനും വളരെ വ്യക്തമായ റോളുണ്ടാകും സർക്കാരിനെതിരെ പ്രതിരോധിക്കുന്നതിൽ, സർക്കാരിൻ്റെ നല്ല കാര്യങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ, UDF സർക്കാരിൻ്റെ അനാവശ്യ നിലപാടുകളെ ശക്തമായി എതിർക്കുന്നതിൽ. അതിലവർ എത്രത്തോളം വിജയിക്കുമെന്നത് കാത്തിരുന്ന് കാണണം. പക്ഷേ നമുക്കിപ്പോഴും അറിയേണ്ടത്, കേരളത്തിന് ഇപ്പോഴും അറിയേണ്ടത് ഉമ്മൻചാണ്ടിയോളം വരുമോ വി.ഡി. സതീശൻ എന്നാണ്.